ഇനി നമ്മൾ പതുക്കെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് എൻ്റർ ചെയ്യാണ്. ശരിക്കും ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാറ്. 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 മാർക്കിന്. പദങ്ങൾ തന്നിരിക്കും, അതിന്റെ കറക്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ 4 ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തി മാർക്ക് ചെയ്യാം. ആദ്യം ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട പദം ഇവിടെ കൊടുക്കാം. ഒന്ന് നോക്കാം. അബാൻഡൻ. അബാൻഡൻ ലീവ്, ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അതെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്കാം. സിംഗിൾ വേർഡ് ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ദോസ് ട്രാൻസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ബി വിത്തിൻ ദി സ്ലാഷ്. സ്ലാഷിന്റെ ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ബാറിന്റെ ഇടയിലായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കാം. ആ ഫെനറ്റിക് 44, ഫെനറ്റിക്സിൽ 44 ഫെനീംസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ആ സിമ്പിൾ എപ്പോഴും ഓർമ്മിക്കണം. ഞാനിപ്പോ ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാം. ദിസ് ഈസ് ആ, വീക്ക് വവൽ ആ. ബ, ആയേ, അബാൻഡൻ, അബാൻഡൻ. അബാൻഡൻ എന്നുള്ള വേർഡ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആ, ബ, ആയേ, ന, ഡ, ആ, ന. അബാൻഡൻ. വേർഡ് സ്ട്രെസ് നേരത്തെ പഠിപ്പിച്ചാണ്, പക്ഷെ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ആ എന്നുള്ളത് വീക്ക് പ്രിഫിക്സ് ആയതുകൊണ്ട് ബേൺ ആണ് സ്ട്രെസ്. സോ അബാൻഡൻ. ഒരു പെൻസിലും പേപ്പറും അടുത്ത് വെക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, അബാൻഡൻ എന്നുള്ളത് ഇങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേർഡ് സ്ട്രെസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അബോളിഷ്. അബോളിഷ്. ഓക്കെ, അബോളിഷ് എന്നുള്ള പദം എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്? അഗെയിൻ ആ, ബ, ആൻഡ് ദിസ് ഈസ് ഓ, അബോ, ഓ. വേണമെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇങ്ങനെ ഇടാം, പക്ഷെ കറക്റ്റ് ഇങ്ങനെ തന്നെയാണ്. ആ ബോ, അബോ. ല, ഇ, ഷ. This symbol is sh. So a, b, o. It's not a long vowel, but it is short vowel. This o is always written like this. O. Okay. പക്ഷെ അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ങ് ആയിട്ട് മാറും, ങ് ആയിട്ട് മാറും. പക്ഷെ o എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടുള്ള എന്താണ് ഫണമിക് ട്രാൻസ്ക്രിപ്ഷനിൽ o എന്ന് എഴുതേണ്ടത്. Abolition. Abolish. Abolish. A, B, O, L, E, Sh. Abolish. വീണ്ടും ആ എന്നുള്ള പ്രിഫിക്സ് ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ബേൺ ആണ് എന്തെന്നാ പറഞ്ഞിരിക്കുന്ന വേർഡ് സ്ട്രെസ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എ വെച്ച് തുടങ്ങുന്ന കുറച്ച് പദങ്ങളാണ്. Abound. Abound. A, B, ow, ow. It's a diphthong. Ow. A, B, ow, n, d. Abound. Abound. Okay. Abound എന്നുള്ളത് വീണ്ടും ഓർമ്മിക്കുക. ആ എന്നുള്ളത് പ്രിഫിക്സ് ആണ്. റൂട്ട് വേർഡ് ബൗണ്ട് ആയതുകൊണ്ട് ബേൺ ആണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. അബൗണ്ട്. ഓക്കെ, കൂടെ എന്ത് ചെയ്യുക, എഴുതിപ്പോരട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ പഠിപ്പിക്കുമ്പോൾ കൂടെ എന്ത് ചെയ്യണം, ഈ ഓരോ ഇത് ആവു എന്നുള്ളതാണ്. അബൗണ്ട്. അറിയില്ല എങ്കിൽ അപ്പ ഡിഫ്തോങ്സ് ഫെനറ്റിക് സിംബൽസ് 44 ബുക്ക് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ പുസ്തകം നോക്കാം. കാരണം ഇംഗ്ലീഷ് മെയിൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം 44 ധ്വനികൾ എപ്പോഴും എന്തുണ്ടായിരിക്കണം, മനസ്സിലുണ്ടായിരിക്കണം. അതായത് 20 വവൽസും 24 കോൺസണൻസും. നെക്സ്റ്റ് നോക്കാം. abroad. Abroad. പിന്നെ when you transcribe always use small letters. ഇപ്പൊ ആളുകളുടെ പേരാണെങ്കിലും സ്ഥലപ്പേരാണെങ്കിലും എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ ട്രാൻസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാവൂ. abroad. Look. A, B, R, O. Abro.
Abroad. Abroad. Okay. Abroad. Again, stress is on b. ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാ പദങ്ങൾക്കും ബ സ്ട്രെസ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്നുള്ള പ്രിഫിക്സ് ആയതുകൊണ്ടാണ്. മനസ്സിലായോ? When there are weak prefixes, always the root word. വീക്ക് പ്രിഫിക്സ് ചേർത്തുകൊണ്ട് പദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്ട്രെസ് എന്തിനായിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന റൂട്ട് വേർഡിന്റെ ഫസ്റ്റ് സിലബിളിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The word is accept. 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 Look here. A K S A P T. ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. Accept. Correct pronunciation is accept. ഇത് verb ആണ്. verb ആയിട്ട് ഉപയോഗിക്കുന്ന അവസരത്തിൽ അക് എന്നുള്ളതാണ് ഫസ്റ്റ് സിലബിൾ, സെക്കൻഡ് സിലബിൾ സെപ്റ്റ്. When accept is used as a verb, the primary stress on the second syllable. എപ്പോഴും ഓർമ്മിക്കുക, അക്സെപ്റ്റ്. സാധാരണ ഇന്ത്യൻ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും മലയാളികൾ ആക്സെപ്റ്റ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റ് നോ. When it is used as a verb, it is a k se s a p t. Accept. The primary stress is placed on the second syllable. എന്റെ കൂടെ തന്നെ ഇങ്ങനെ നോക്കി പതുക്കെ എന്ത് ചെയ്യാം, എഴുതിപ്പോരാ. ഓക്കെ, അക്സെപ്റ്റ്. അടുത്ത നോക്കാം വേർഡ് ആക്സിഡന്റ്. ലുക്ക് ചെയ്യാം, കൂടെ എഴുതട്ടോ. ആക്സിഡന്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഈ സിമ്പിൾ എപ്പോഴും ആയേ ബാറ്റ് കാറ്റ് മാറ്റ് എന്നുള്ളതിലൊക്കെ കടന്നു വരുന്ന ദിസ് ഈ നേരെ തിരിച്ചിടുക. അതോടൊപ്പം തന്നെ ഈ ഭാഗം ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ആയേ ക സ ഇ ആക്സി ഡ ആ ന ട്. എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം, ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. കോ സ ഇ ഡ ആ. Accident. Accident. The primary stress falls on the first syllable. ഇവിടെ പ്രിഫിക്സ് ഇല്ല, ആക്സിഡന്റ് എന്നുള്ള accident. It's a trisyllabic word and most of the trisyllabic words ION നേരത്തെ പറഞ്ഞ നിയമങ്ങൾ നോക്കണം. ആ നിയമങ്ങളിൽ ഇതൊന്നും പെടാത്തതുകൊണ്ട് most of the trisyllabic words are stressed on the first syllable. So accident എങ്ങനെയാ നോക്കാം. നെക്സ്റ്റ് acknowledge. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. acknowledge. സ്പെല്ലിംഗ് നോക്കാം. acknowledge. acknowledge. ഇതെങ്ങനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത് നോക്കാം. a k n o. acknow. l e ആണ്. acknowledge. I എന്ന് സ്മോൾ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്? ഇ എന്നാണ്. acknowledge. ജ എന്നുള്ളതിന് എപ്പോഴും സ്മോൾ ലെറ്ററിൽ ഡി ഇട്ടതിന് ശേഷം മാത്തമെറ്റിക്സിൽ 3 എഴുതുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ അത് ജ ആണ്. ശ്രദ്ധിക്കട്ടോ. ആ ക ന ഓ ല ഇ ജ. അപ്പൊ പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ. അക്നോളജ്. അക്നോളജ്. വേർഡ് സ്ട്രെസ് എവിടെയൊക്കെ ആ എന്നുള്ളത് എന്താണ്? പ്രിഫിക്സ് ആണ്. വേർഡ് സ്ട്രെസ് ക. അക്നോളജ്. ആ സ്ട്രെസ് എപ്പോഴും ഓർമ്മിക്കുക. പ്രൈമറി ആക്സെന്റ്. അക്നോളജ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അഡ്മിനിസ്റ്റർ. അഡ്മിനിസ്റ്റർ. ഇപ്പൊ അവർ നോട്ട്ബുക്കിലേക്ക് എഴുതി അഡ്മിനിസ്റ്റർ. ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. ആ ഡ
m, e, n, e, s, ch, a. Final r is always silent. See, when a word ends in r sound, that r sound is not realized. Exceptional case ഞാൻ പിന്നീട് പറയാം. ഒരു പദം അവസാനിക്കുന്നത് r ആണെങ്കിൽ, അത് കണക്റ്റഡ് ആയിക്കൊണ്ട് സ്പീച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ആ r എപ്പോഴും സൈലന്റ് ആയിരിക്കും. ഒരിക്കലും ട്രാൻസ്ക്രിപ്ഷനിൽ ആ r കടന്നു വരാൻ പാടില്ല. അപ്പൊ അത് എന്തേ പറയണ്ടല്ലോ? അഡ്മിനിസ്റ്റർ. എന്താണ്? അഡ്മിനിസ്റ്റർ. ഇവിടെ എഡ് എന്നുള്ളത് പ്രിഫിക്സ് ആണ്, മിനിസ്റ്റർ എന്നുള്ളതാണ് റൂട്ട് വേർഡ്. സോ ദ പ്രൈമറി സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബോവ് മ. അഡ്മിനിസ്റ്റർ, അഡ്മിനിസ്റ്റർ. ഓക്കെ, അഡ്മിനിസ്റ്റർ. നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അപ്പിയർ, അപ്പിയർ. ആദ്യം മനസ്സിലാക്കാം, ആ എന്നുള്ള പ്രിഫിക്സ് ആണ്. അപ്പൊ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. ആ, പ, ഇ, ആ. എപ്പോഴും ശ്രദ്ധിക്കട്ടോ, ചിലപ്പോൾ ഓപ്ഷൻ അപ്പിയർ തന്നിട്ട് റ് വെച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ഒക്കെ തരും. പ്രൈമറി സ്ട്രെസ് മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ അതൊക്കെ തെറ്റാണ്. അപ്പൊ എങ്ങനെയാണ് നോക്കാം? ആ, പ, ഇയ. ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഇയ. ഇയ ഈസ് എ ഡിഫ്തോങ്. ഇംഗ്ലീഷിൽ 8 ഡിഫ്തോങ്സ് ഉണ്ട്. ഓരോന്നും പഠിപ്പിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. ഇ, ആ, അപ്പിയർ. ആ ഈസ് പ്രിഫിക്സ്. സോ the root word begins with the p letter. So the primary accent is placed above p. Appear, appear. Okay, next നോക്കാം. എളുപ്പമുള്ള ചെറിയ ചെറിയ പദങ്ങൾക്ക് പകരം എന്ത് ചെയ്യുക? കുറച്ചുകൂടെ വലിയ പദങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ ചെറിയ പദങ്ങളൊക്കെ വളരെ എന്തായിരിക്കും? ഈസി ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ. പതുക്കെ പതുക്കെ അല്പം എന്ത് ചെയ്യാം? ക്ഷമയോടുകൂടി പതുക്കെ ഇരുത്തി ആലോചിച്ച് ചെയ്യാം. ആ, ഇതാണ് ആ. ഇവിടെ സൈലന്റ് ആണ്. ആർക്കിടെക്ചർ അല്ല, പകരം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ആക്കി. റിന് ശേഷം ഒരു വവല് വരികയാണെങ്കിൽ റ് എന്ത് ചെയ്യുള്ളൂ? നമ്മൾ പ്രൊനൗൺസ് ചെയ്യുള്ളൂ. ഇപ്പൊ സപ്പോസ് റെഫറൻസ്. നോക്ക്, ഇവിടെ പറഞ്ഞിരുന്നു, ഓർമ്മിക്കാം. ഇവിടെ നോക്കിക്കോളൂ. ബോത്ത് ദ റ് ആർ പ്രൊനൗൺസ്ഡ് ബിക്കോസ് റ് ഈസ് ഫോളോവഡ് ബൈ റേ, വവലാണ്. അഗൈൻ ഹിയർ റ് ഈസ് ഫോളോവഡ് ബൈ എ വവൽ. സോ വെൻ r is followed by a vowel, it's clearly realized or pronounced. Professor. ഇവിടെ നോക്കാം. r is followed by a vowel o. Professor, professor. So r is pronounced. But when r is followed by a consonant, here consonant means k. Archi, architecture. So that r is not realized. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്? ർ എന്നുള്ള സൗണ്ട് ഫോണമിക് ട്രാൻസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. ആ, ക, ആക്കി. ട്, എ, ആക്കിറ്റെ. ക, ച, ആ. ഒന്നുകൂടെ നോക്ക്, എഴുതി എങ്ങനെയാണ്? ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ. ആ, ക, ഇ, ട്, എ, ച. ഇങ്ങനെ ടി ടു കൊണ്ട് ഷീട്ട് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ട്. ഓക്കെ, ഇതെന്താണ്? ഷ് ആണ്. ഷിപ്പിലെ ഷ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ. ഓക്കെ, ഇത് പ്രിഫിക്സ് അല്ല, അതുകൊണ്ട് ആർക്കിടെക്ചർ. പ്രൈമറി
stress or accent is placed above architecture. Phonetic phonemes ആ സിമ്പിൾസ് എപ്പോഴും എന്ത് ചെയ്തോളണം 44 എണ്ണവും മനസ്സിൽ ബൈ ഹാർട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആകെ എന്ത് ചെയ്യും കൺഫ്യൂഷൻ. നോക്കി വരക്കാനൊന്നും എക്സാമിനേഷൻ ആളിൽ എന്ത് ചെയ്യില്ല അനുവദിക്കില്ല. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. 44 ധ്വനികളും എന്തുണ്ടായിരിക്കണം ബൈ ഹാർട്ട് ആയിരിക്കണം. നെക്സ്റ്റ് നോക്കാം. ഞാൻ ചില പദങ്ങൾ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ എങ്ങനെ എന്ത് ചെയ്യണം ട്രാൻസ്ക്രൈബ് ചെയ്യണം പ്രനൗൺസ് ചെയ്യണം എന്നുള്ള കുട്ടികളിൽ എപ്പോഴും എന്തുണ്ടാവാറുണ്ട് ഡൗട്ട് ഉണ്ടാവാറ്. ഇസ് ഇറ്റ് ആൻസർ എന്നുള്ളത് അയേ എന്നുള്ളത് വേണോ എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് പ്രനൗൺസ് ചെയ്ത് നോക്കൂ. ആൻസർ ഫൈനൽ അഗെയിൻ വി ഡ്രോപ്പ്. ട്രാൻസ്ക്രിപ്ഷനിൽ ഫൈനൽ വരാൻ പാടില്ല. മനസ്സിലായി? അവിടെ ആൻസർ പ്രൈമറി സ്ട്രെസ് അബോവ് ആൻസർ. ഈ സ്ട്രെസ് ആക്സെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വവലിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഉച്ചാരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കേണ്ടത് എന്തായിരിക്കണം എന്നുള്ള സൗണ്ടിനായിരിക്കണം. സോ ഇറ്റ്സ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. How is it pronounced എന്നുള്ളതാണ്. Its correct pronunciation is, look here, b I ba g e j. So it is baggage. ഞാനിങ്ങനെ കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ പഠിപ്പിക്കുമ്പോഴും ഓരോ പ്രൊനൗൺസിയേഷനും ലെറ്റേഴ്സും മനസ്സിലാക്കുക. ബ എ ഐ ബ ഗ. ജി ഈസ് ഓൾവേസ് ഇറ്റ്സ് സൗണ്ട് ഈസ് ഓൾവേസ് ഇൻ ഫൊനറ്റിക്സ്. ഗ ബാഗേജ് ബാഗേജ് അല്ല കേട്ടോ, ബാഗേജ്. പ്രൈമറി സ്ട്രെസ് is here placed above baggage. ഓരോന്നും കൂടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വരണം കേട്ടോ. അല്ല വെറുതെ ഇങ്ങനെ എന്ത് ചെയ്താൽ പോരാ, കേട്ടാ പോരാ. ബാഗേജ്. നെക്സ്റ്റ് നോക്കാം. ബഡ്ജറ്റ് എന്നെഴുതും. ഈ എപ്പോഴും വരാം. ഫൊനറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ കേട്ട് പിന്നീട് മറന്നു പോകും. അപ്പൊ ശ്രദ്ധിക്കാം. അടുത്ത് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഡ്രോപ്ഡ്. മനസ്സിലായോ? ഫ്രിഡ്ജ് എന്ന് പറയാൻ പാടില്ല. അവിടെ ഡ്രോപ്പ് ചെയ്യുക. ഫ്രിഡ്ജ്. ജഡ്ജ് എന്ന് പറയാൻ പാടില്ല. ജഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയാൻ പാടില്ല. ബ്രിഡ്ജ്. സോ ഫ്രിഡ്ജ്, ബ്രിഡ്ജ്, ജഡ്ജ്. അപ്പൊ എങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് നോക്കാം. ബ ആ ജ. ഇവിടെ ഡ അല്ല കേട്ടോ, ജ ആണ്. ഡീറ്റ് 3 ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ജ. ബ. ഈ വി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് we have 3 ascending as phonemes. This is the shortest form and this is a little more longer. കുറച്ചുകൂടെ നീട്ടി ഉച്ചരിക്കുക. come, blood, and this is the long vowel a. So in English we have 3 vowels as a, but in Malayalam we do have only a and a. But in English we do have a. This is the shortest vowel a. It is not clearly heard. സായിപ്പ് ബ്രിട്ടീഷുകാർ ഈ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരിക്കലും വ്യക്തമായിട്ട് കേൾക്കില്ല. ഇപ്പൊ നോക്കുക, ഞാൻ ആദ്യം ഒന്ന് പ്രൊനൗൺസ് ചെയ്യാം. about. പക്ഷെ സായിപ്പ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ about അത്രേ കേൾക്കുള്ളൂ. about. again. The two shortest ആണ്. It's not at all realized. പക്ഷെ ഇത് വി തിരിച്ചിട്ടുള്ള എപ്പോഴും കുറച്ച് ലോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ സപ്പോസ് കം, ഇതിലെ a, k, a, m.
come, cut. Okay, cut, blood. Okay, blood, blood. അല്ല കുറച്ച് ലോങ് ആയിട്ട് ഉച്ചരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബ ബ ആ ജ ഇ ch. So its correct pronunciation is not budget, but it is budget. Correct pronunciation is budget, and the primary accent is placed above b. Budget. Okay, it is not budget, but it is always budget. Next, നോക്കാം നമുക്ക്. Look here. Most students do not know how to pronounce this word. കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പദമാണ് ബിസിനസ്. ചുണ്ടൊക്കെ പാടെ കൂട്ടിയിട്ട് ബിസിനസ് എന്നൊക്കെ പറയേണ്ട ഒരു പ്രശ്നമില്ല. ലുക്ക് ചെയ്യാം. ബ ഇ സ ന ഇ സ. സോ ഇറ്റ്സ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ബിസിനസ്. ബിസിനസ്, നോട്ട് ബിസിനസ്. ബിസിനസ് ചുണ്ടൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു പദം നോക്കാം. കുട്ടികൾ ഏറ്റവും കൂടുതൽ ബ്യൂസി എന്നൊക്കെ പറയും. ബ്യൂസി. നോ, ഇറ്റ്സ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ബിസി. ഇറ്റ്സ് ബിസി, നോട്ട് ബ്യൂസി. ഇറ്റ്സ് ബിസി. ഐ എം വെരി ബിസി. ഐ എം വെരി ബിസി. സോ ഇറ്റ്സ് നോട്ട് ബിസിനസ്, ബട്ട് ഇറ്റ് ഈസ് ബിസിനസ്. ബിസിനസ്. Primary accent falls here. Busy, business. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ചൊന്ന് വൃത്തിയായിട്ടൊന്ന് നോക്ക്. അതൊന്ന് എന്ത് ചെയ്ത് നോക്കും, ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കും. ഓക്കെ.